വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇറ്റ്സ് മിയ. നിങ്ങൾക്ക് എന്നെ ഒക്ടൻ ഗേൾ എന്നായിരിക്കും അറിയുന്നുണ്ടാവുക. ഇന്ന് ഞാനുള്ളത് എൻ്റെ കളക്ഷനിലത്തെ മോസ്റ്റ് ഫേവറേറ്റ് കാർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. സ്റ്റാർട്ടിങ് വിത്ത് മൈ ഫേവറേറ്റ് ദ പോളോ GTI. കേരളത്തിൽ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ GTI, അതും റെഡ് കളർ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇവിടെ നോക്കുകയാണെങ്കിൽ മിക്ക കാർസും റെഡ് ആയിരിക്കും. പ്രത്യേകിച്ച് റീസൺ അല്ല, ഇറ്റ്സ് ബിക്കോസ് വണ്ടികൾക്ക് ആ ഒരു സ്പോർട്ടി ലുക്ക് വരും. ഇപ്പോൾ ഫെറാറി ലാംബോർഗിനിയൊക്കെ വരാണെങ്കിൽ യൂഷ്വലി അങ്ങനെ സ്പോർട്സ് കാർസിനും സൂപ്പർ കാർസിനൊക്കെ റെഡ് കളർ, അതായത് ബ്രൈറ്റ് കളറാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് റെഡിനോട് ഇത്. പക്ഷെ എന്നാലും എനിക്ക് ബാക്കി കളേഴ്സും ഇഷ്ടമാണ്. പക്ഷേ റെഡിനോട് ഒരു ബ്രൈറ്റ് ആൻഡ് സ്പോർട്ടി ലുക്ക് ഉള്ളതുകൊണ്ടാണ് റെഡിനോട് ഇഷ്ടം. വൈ GTI എന്ന് ചോദിക്കുകയാണെങ്കിൽ സോ മെനി റീസൺസ്. തുടങ്ങുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇസ് അമേസിങ്. ഇതിന് വെരി പവർഫുൾ എൻജിൻ. നമ്മുടെ റോഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇത്ര പവറാണ് ആക്ച്വലി ആക്യുറേറ്റ് നമ്മുടെ റോഡ്സിന് ഉപയോഗിക്കാൻ പറ്റിയത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് DSG ഗിയർ ബോക്സ്. ആൻഡ് മൊത്തത്തോളം പറഞ്ഞാൽ വെരി പവർഫുൾ കാർ. ആൻഡ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും ഓടിക്കാനുള്ള കംഫർട്ടും ആൻഡ് സൈസ് ഓഫ് ദ കാർ ഇസ് ഓൾസോ സ്മോളർ കമ്പയർഡ് ടു അതർ കാർസ്. സോ ഹാൻഡിൽ ചെയ്യാനും എസ്പെഷ്യലി എ പേഴ്സൺ ലൈക്ക് മീ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോണതിനൊക്കെ ഇറ്റ്സ് പെർഫെക്റ്റ്. സോ ദാറ്റ്സ് വൈ ഐ ലൈക്ക് GTI. മീയുടെ ഫേവറേറ്റ് GTI ആണോ, ഈ കാറാണോ? യെസ്, ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അങ്ങനെ ഫേവറേറ്റ്സ് പിക്ക് ചെയ്ത് പറയാൻ കുറച്ച് പാടാണ്, ബിക്കോസ് ഐ ലവ് ഓൾ കാർസ്. പക്ഷേ ഇതിനോടൊരു ഇഷ്ടം കൂടുതൽ ഉള്ളത് ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് വൺ തിങ് ഇസ് ദാറ്റ് ദിസ് കാർ ഇസ് ലിമിറ്റഡ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ 200 കണ്ടേ ഉള്ളൂ ബാച്ചായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ലിമിറ്റഡ്. ഇപ്പോൾ ഒരു കളക്ടേഴ്സ് കാറായിട്ടാണ് ഇത് വരുന്നത്. GTI എങ്ങനെയാണ് കിട്ടിയത്? GTI എനിക്ക് 19th ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ടാണ് അപ്പം മേടിച്ചു തന്നത്. ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? എന്തായിരുന്നു? ഒരു സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. ഈ സ്പെസിഫിക് കാർ, അതായത് ഈ സ്പെക്കിലുള്ള ഒരു കാർ ഞാൻ കുറേ നാളെ എൻ്റെ ഒരു ഗോളായിരുന്നു ഈ കാർ വേണമെന്ന്. അപ്പോൾ 18 ഇയേഴ്സിൽ ലേണേഴ്സ് കിട്ടിയപ്പോഴാണ് എനിക്ക് പോർഷ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ 19 ആയപ്പോൾ എനിക്കൊരു ഒരു വണ്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ലിമിറ്റഡ് ആണ് ഈ കാർ, അപ്പോൾ സെക്കൻഡ് ഹാൻഡേ കിട്ടുള്ളൂ. അപ്പോൾ വണ്ടി നന്നായി സൂക്ഷിക്കുന്ന ഒരാളുടെ തന്നെ എനിക്ക് വണ്ടി എടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയണ ഒരു കാർ എന്തൂസിയാസ്റ്റ് തന്നെയായിരുന്നു ഈ വണ്ടി ഇതിന് മുന്നേ ഓൺ ചെയ്തിരുന്നത്. അപ്പോൾ ഐ നോ ഹീ ടേക്സ് കെയർ ഓഫ് കാർസ് പ്രിറ്റി ഗുഡ്. അപ്പോൾ ഈ വണ്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ സ്ക്രീൻഷോട്ട് ടു മൈ ഡാഡ് ആൻഡ് ഐ സെൻഡ് ടു ഹിം സെയിങ് ഇങ്ങനെ ഈ വണ്ടി കൊടുക്കാനുണ്ട്, നമുക്ക് എടുത്തേ പറ്റൂ, ബിക്കോസ് ഇതൊരു കളക്ടേഴ്സ് കാർ തന്നെയാണ്. ആൻഡ് ഓൾസോ ഐ ഓൾസോ ഹാവ് എ പോളോ GT. അപ്പോൾ GTI ഇസ് ലൈക്ക് എ മോർ പവർഫുൾ ഇത്. സോ അത് പറഞ്ഞപ്പോൾ അപ്പോൾ ഇഗ്നോർ ചെയ്തു ആദ്യം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ അന്നാണ് ഇങ്ങനെ വന്ന് സർപ്രൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മറ്റേ കാറല്ലേന്ന് ആ വീഡിയോയിൽ ചോദിക്കണേ, എൻ്റെ റീലിൽ ഇങ്ങനെ ഉണ്ട് സർപ്രൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മറ്റേ കാറല്ലേന്ന് ഉദ്ദേശിക്കുന്നത്. ഐ ബിൻ എയിമിങ് ഫോർ ദാറ്റ് കാർ ഫോർ പ്രിറ്റി ലോങ്. അതുകൊണ്ടാണ് അങ്ങനെയായിരുന്നു സർപ്രൈസ്. ഇറ്റ് വാസ് എ വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ. ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു ഈ കാർ കിട്ടിയപ്പോൾ. വീടിൻ്റെ കയ്യിൽ എത്ര കാറുകളുണ്ട് ഇപ്പോൾ? സോ വരുന്നത് പോർഷ് ബോക്സ്റ്റർ, പിന്നെ ഷവർലെ ബിസ്കെയിൻ, അതെൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കാറാണ്. നമുക്കതിലേക്ക് കിടക്കത് കഴിയുമ്പോൾ അതൊരു വിൻറ്റേജ് കാറാണ്. എനിക്ക് വിൻറ്റേജ് കാറിനോടും ക്ലാസിക്സിനോടും താല്പര്യമുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മളത് വെച്ചേക്കുന്നത്. പിന്നെ GTI. പിന്നെ എനിക്ക് സൂപ്പർ ബൈക്സിനോടും ഇഷ്ടമുണ്ട്. അപ്പേടയിലൊരു ZX10R ഉണ്ട് നിഞ്ചയുടെ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു. GP ആണോ ഫസ്റ്റ് ലവ്? GTI. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് ലൈക്ക് എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുകയാണെങ്കിൽ GTR ആയിരുന്നു. ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ്റെയിലുള്ളത്. ഐ തിങ്ക് ഹി പാർക്ക്ഡ് ഇറ്റ് ഹിയർ എന്നിട്ട് അപ്പയും ആൾ വരുന്നു സംസാരിക്കായിരുന്നു. ആൻഡ് ഐ വാസ് അഡ്മയറിങ് ദ കാർ ആൻഡ് ദാറ്റ്സ് വെൻ ഐ തിങ്ക് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ കാർ. അതായത് അതിൻ്റെ ലുക്സിലും അതിൻ്റെ സൗണ്ട് പറയണ്ട, അമേസിങ് പെർഫോമൻസും അമേസിങ്. പക്ഷെ ഞാൻ ആ വണ്ടി കണ്ടിട്ടാണ്, അതായിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയാനുള്ളൊരു ഇത്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് വിൻറ്റേജ് കാർ. ഇത് ഷവർലെ ബിസ്കെയിൻ 1961 മോഡലാണ്. 1961 തന്നെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇത് ഇമ്പോർട്ട് ചെയ്ത കാറാണ്. അങ്ങനെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറിലേക്കും എൻ്റെ അപ്പയുടേക്കും അപ്പയുടേന്ന്
അങ്ങനെ 4th ജനറേഷനാണ് ഈ കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആൻഡ് ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഇസ് ദാറ്റ് ഇത് വളരെ കുറച്ചാണ് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ. ലൈക്ക് എനിക്കൊന്ന് കയ്യിലെണ്ണാവുന്നിടത്തോളം ഉള്ളൂ. പ്ലസ് ഇത് ഫുള്ളി റീസ്റ്റോർഡ് ആണ് വിത്ത് ഒറിജിനൽ പാർട്സ് ഇപ്പോഴും US അവൈലബിൾ ആണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഫുൾ റീസ്റ്റോർ ചെയ്തത്. ഇതെനിക്ക് തോന്നുന്നു പണ്ട് ഇറ്റ് വാസ് ലൈക്ക് ലൈറ്റ് ബ്ലൂ ഒരു കളറായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊരു ചെറി റെഡ് കളറിലേക്ക് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ റെഡിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ കളറിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ഐ എം ഗെസ്സിങ് ഇങ്ങനെ ഒരു കാറ് അന്നത്തെ കാലത്ത് എടുക്കണമെങ്കിൽ ഐ എം ഗെസ്സിങ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ഓൾസോ എ കാർ enthusiast. സോ യാ. US-ലാണ് ഇത് ഇമ്പോർട്ട് ചെയ്തത് ഈ കാറ്? US നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. 1961 പൊതുവേ ഇങ്ങനത്തെ കാറ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഈ കാറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇതിൻ്റെ റോഡ് പ്രസൻസ് ഇസ് വെരി നൈസ്. ലൈക്ക് ഇറ്റ്സ് വെരി ലോങ്. എനിക്ക് തോന്നുന്നു റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ സെയിം ലെങ്ത് ആണ് വരുന്നത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി ലോങ്. അപ്പോൾ it is very eye catching and also the cherry red color is also very popping. Road presence നന്നായിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ കാണാത്തൊരു വണ്ടി ആയതുകൊണ്ട് എല്ലാവരും നോക്കാറുണ്ട്. ഈ കാറിനെ ഭയങ്കര ശ്രദ്ധയോടെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശരിക്കും ഒരു പെൺകുട്ടി ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കൊണ്ടൊക്കെയാണ്. എങ്ങനെ അതിന് ടെൻഷൻ ഉണ്ട് ഇത് ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ? ഇത് ഇപ്പോഴത്തെ കാസ് ഓടിക്കണേലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. ഇത് ഓടിക്കാൻ കുറച്ച് ലിറ്ററലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലോറി ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. മേ ബി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ബട്ട് ദെൻ അന്നത്തെ സെയിം പാർട്സ് തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ഉപയോഗിക്കണതുകൊണ്ട് ഒരു ഡിഫറൻസ് ഉണ്ട് ഓടിക്കണേൽ. പറഞ്ഞ പോലെ ആ ഒരു ഷേപ്പും ഇതൊക്കെ ചേഞ്ച് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാണുന്ന കാസിൻ്റെ സെയിം ലെങ്ത് അല്ല. ഈവൻ ബാക്കിലും ലെങ്ത് ഉണ്ട്, ഫ്രണ്ടിലും ലെങ്ത് ഉണ്ട്. അപ്പോൾ ഓടിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് പെർഫോമൻസ് അല്ല ഇതിൻ്റെ മെയിൻ ഭാഗം. ഇറ്റ്സ് അബൌട്ട് ദ ലുക്സ് ആൻഡ് ആ ഒരു വിൻറ്റേജ് എന്നുള്ളൊരു കളക്ടേഴ്സ് കാർ എന്നുള്ളതിലാണ് ഇതിനൊരു പ്രാധാന്യം. അപ്പൊക്കെ ഈ വണ്ടി ഓടിക്കാൻ തരുമ്പോൾ ടെൻഷൻ ഉണ്ടോ? പക്ഷെ എന്നാലും അപ്പോൾ ഓടിക്കണേലും ഒരിക്കലും നോ പറയില്ല. ഞാൻ എപ്പോഴും ചോദിക്കാറില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് ഏർലി മോർണിംഗോ ലേറ്റ് നൈറ്റൊക്കെ ഇത് പുറത്തേക്ക് എടുക്കാറില്ല. ബിക്കോസ് ഈ ട്രാഫിക്കിൽ എടുക്കലും ആൾക്കാർ കൂടുതലും പിന്നെ കുറേ പേര് അതൊക്കെ കൊണ്ടൊക്കെ ഞങ്ങൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് മാത്രമേ വണ്ടി അങ്ങനെ ഇറക്കാറുള്ളൂ. വെരി റയർലി. ഒരു ടിപ്പിക്കൽ മലയാളി ചോദ്യം ചോദിക്കാം, മൈലേജ് എത്രയുണ്ട്? വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ഞാൻ പറയാം ഇതിനെ ഫ്യൂവൽ ഗസ്ലർ എന്ന് പറയാം. അതായത് ശരിക്കും കുടിക്കും, നന്നായിട്ട് കുടിക്കും. ഒരു ഇതിന്റെ റേറ്റ് ഒന്ന് ഗസ് ചെയ്യാവോ? അറിയണ്ടാവില്ല. ഇറ്റ്സ് എ വെരി റെയർ കാർ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഈ പുറകിൽ കാണുന്ന വീട് ഞങ്ങൾക്ക് ഒരു പരിചയമുണ്ട്, എവിടെയോ കണ്ട പോലെ. എവിടെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഇത് കുറച്ച് മൂവീസിലുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ പണി മൂവിയിലാണ് ഇതിന് കുറച്ചും കൂടെ ജോജു ജോർജിൻ്റെ വീടായിട്ടാണുള്ളത്. എനിക്ക് മൊത്തത്തോളം പറഞ്ഞാൽ ആ മൂവി കുറേ ഇഷ്ടമായി. ബിക്കോസ് ജോജു ജോർജിൻ്റെ കാർ കളക്ഷൻ്റെ തന്നെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ആളുടെ വീടായിട്ടാണ് ഇത് പോർട്രേ ചെയ്തേക്കണത് മൂവിയിൽ. അപ്പോൾ അവർക്കും ഒരു പഴയൊരു വീട് വേണം, ആ ഒരു സ്റ്റൈൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് ചൂസ് ചെയ്തത്. ലൈക്ക് ആൾക്കും കുറേ ആളുടെ കാസ് ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിഫൻഡർ, M6 ഇതൊക്കെ ഞാൻ വലിയൊരു ഫാനാണ് ആളുടെ കാർ കളക്ഷൻ്റെയും. ഈ ഇവിടുത്തെ എല്ലാവരും വീട്ടിലത്തെ അംഗങ്ങളല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഈ കാർ ഓടിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഓടിക്കണമെങ്കിൽ കുറച്ച് പരിചയം വേണം ഈ കാറിൻ്റെ. ഞാൻ പറഞ്ഞ പോലെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു പരിചയം ഇല്ലെങ്കിൽ ഇത് ഓടിക്കൽ കുറച്ച് പണിയാണ്. So another car wreck. Porsche. Tell me about this car. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കാറിനുള്ളത്? ഇത് എനിക്ക് പറയാനുള്ളത് പോർഷ്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഇതും റെഡ് തന്നെയാണ്, ആ ഒരു സ്പോട്ടി ലുക്ക് വരാനാണ്. ഇത് എനിക്ക് ലേണേഴ്സ് കിട്ടിയപ്പോൾ അപ്പോൾ സർപ്രൈസ് ആയിട്ട് മേടിച്ചു തന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു ഈ കാറ്. എനിക്ക് ഓർമ്മയുണ്ട് ലേണേഴ്സ് കിട്ടിയ സമയത്ത്, ഐ തിങ്ക് 2 years ബാക്ക്, എനിക്ക് എൽബോർഡ് ഞാൻ ബാക്കിൽ ഒട്ടിച്ചു വെച്ചിട്ട് രാവിലെ പുലർച്ചെ അപ്പം ഏൽപ്പിച്ചിട്ട് ഓടിപ്പിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ ഹൈവേയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കും. ലൈക്ക് എൽബോർഡ് വെച്ചിട്ട് ഒരു പോർഷ് പോണതും അതും ഒരു ഗേൾ ഡ്രൈവ് ചെയ്യണതും കുറേ പേര് അത് കളിയാക്കുമായിരുന്നു. രസമുള്ളൊരു ഇറ്റ് വാസ് എ ഫൺ തിങ് ടു ഡു. അച്ഛനൊരു റേസർ ആണല്ലോ, അപ്പം ഇത് ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഫീൽ മനസ്സിലുണ്ടാവാറുണ്ടോ? ഇതിന് ഉള്ളിലിരിക്കുമ്പോൾ ശരിക്കും ആ ഒരു കോക്പിറ്റിലിരിക്കണ ആ ഒരു ഫീലാണ്. ലൈക്ക് ഒരു ബാക്കി 2 കാർസും പറഞ്ഞ പോലെ അല്ല ഈ ഒരു കാർ. ഈ കാറിന്റെ ഉള്ളിൽ ആ ത്രോട്ടിൽ റെസ്പോൺസും ഇതിന്റെ പെർഫോമൻസും ഒരു വേറെ ലെവലാണ്. ഇറ്റ്സ് എ പോർഷ്, അത്ര ഞാൻ പറയാം.
ഇത്രയൊക്കെ വെറൈറ്റി കാർസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് GTA ഇത്ര ഇഷ്ടം? അത് എനിക്ക് തോന്നുന്നു കുറെ പേര് പറയാറുണ്ട് ഇറ്റ്സ് ജസ്റ്റ് എ പോളോ, ഇറ്റ്സ് ജസ്റ്റ് GTA. അത് റിയൽ പാഷനറ്റ് കാർ enthusiast മാത്രമേ GTA ആ ഒരു വില അറിയുള്ളൂ. അതായത് എനിക്കറിയാം, ഞാനിങ്ങനെ GTA ഓടിക്കുമ്പോൾ വേറൊരു GTA ഒരാളെ കാണുമ്പോൾ ഞാൻ അവരെ നോക്കും. ബിക്കോസ് ഐ നോ GTA ഒരു ഇഷ്ടം ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതായത് വണ്ടി ശരിക്കും ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് GTA. അതുകൊണ്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് എനിക്ക് GTA ഒരു ഇഷ്ടം. ഓക്കെ. ഈ തൊട്ടപ്പോ ഒരു ഗ്രീൻ കാര്യമുണ്ട്, എന്താണത്? നിഞ്ച. ഇതെന്റെ ഫാദറിന്റെ ബൈക്കാണ്, ആളാണ് കൂടുതൽ ഇത് ഓടിക്കാറ്. ഇറ്റ്സ് ZX10R നിഞ്ചയുടെ കവാസാക്കി. ഇറ്റ്സ് 1000cc ബൈക്ക്, വെരി പവർഫുൾ ബൈക്ക്. അതുകൊണ്ട് തന്നെ എന്നെ അതിന്റെ അടുത്തേക്ക് തന്നെ അധികം കൊണ്ടിരിക്കാറില്ല അപ്പ. ഇനി നീ ഓടിച്ചിട്ടുണ്ടോ? അധികം ഓടിക്കില്ല, ലൈക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ റോഡിൽ അങ്ങനെ ഇറക്കാൻ സമ്മതിക്കാറില്ല. സൂപ്പർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്. നീ ഒരു ബൈക്ക് ലവർ അല്ല അല്ലേ? ബൈക്കിലേക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങാത്തത്. ശരിക്കും പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് പ്രിഫർ എ ബൈക്ക് റൈഡ് മോർ ദാൻ എ ഡ്രൈവ് ഇൻ എ കാർ. പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ റിസ്ക് ഫാക്ടർ. എനിക്കും ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ ലൈക്ക് ഫാമിലിനെ പറ്റി ആലോചിക്കണം, ഇവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണില്ല. സോ ഐ എം ലൈക്ക് വാട്ട് എവർ ദേ സപ്പോർട്ട്, ഞാൻ ആ ഒരു ഇത് ഐ എം ജസ്റ്റ് ബ്ലെസ്ഡ് ദേ സപ്പോർട്ട് മീ വിത്ത് കാർസ് ആൻഡ് ഗിവ് മീ ദാറ്റ് കോൺഫിഡൻസ് ടു ഡ്രൈവ് കാർസ്. അതുകൊണ്ട് കാർസിലൂടെ. ഓക്കെ. ഇനി എടുക്കാൻ ആഗ്രഹമുള്ള ഒരു റെഡ് കാർ ഏതാന്ന് ചോദിച്ചാ? മേ ബി ഒരു ലാംബോർഗിനി അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഓക്കെ. ഇത്രയധികം കാറുകൾ സമ്മാനിച്ച ഇത്രയധികം മിയെ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സിന് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഹായ്, ഇതാണ് മിയനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി. നീ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതാണ് എന്റെ ഫാദർ ജോസഫ്. അപ്പയാണ് റാലിയൊക്കെ ഓടിച്ചിരുന്നത്. എന്റെ അമ്മ റൂണ, ആൻഡ് ദിസ് ഇസ് മൈ യങ്ങർ സിസ്റ്റർ ഈവ. അപ്പയും മമ്മിയും ഭയങ്കര യങ് ആണല്ലോ. അത് കുറെ പേരും പറയാറുണ്ട്. മെന്റലി യങ് ആണ്. അപ്പോഴാണ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഇത്രയും ഒരു കാർ പ്രേമിയാക്കി മാറ്റിയത് മകളെ? ആക്ച്വലി എൻ്റെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഇതോടുകൂടി ഇനി കാറുകളോടുള്ള പാഷൻ ഈ ഫാമിലിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ ജനറേഷനിൽ. ബട്ട് ഒരു ഏജ് കഴിഞ്ഞപ്പോൾ മിയ എന്നെ പോലെ തന്നെ കാറുകളോട് തന്നെയായിരിക്കും ഇഷ്ടം കാണിച്ചു തുടങ്ങിയത്. അത് എനിക്കും സർപ്രൈസിങ് ആയിരുന്നു. പിന്നെ നാച്ചുറലി വീട്ടിൽ എന്ത് സംസാരിക്കണമെങ്കിലും കാറുകളെ കുറിച്ചാണ്. ഈവൻ ഞങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ കൂടി കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക് കാറാണ്, ബൈക്ക് എല്ലാം ഇതിനെ കുറിച്ചാണ്. അപ്പോൾ അതായിരിക്കാം മിയനെ കൂടുതൽ ഇതിലോട്ടേക്ക് ലൈക്ക് ഇൻസ്പയർ ചെയ്തത്. എനിവേ എനിക്കതൊരു ഗുണമായി ആക്ച്വലി. ഞാനും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. മിയയുടെ ഓരോ ഇവന്റുകൾക്ക് പോകുന്തോറും എല്ലാത്തിനും ഞാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാൻസുള്ള ഒരു റേസറാണ് പണ്ടത്തെ. അത് മിയ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ പപ്പയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കാന്ന്. അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ മിയെ? ഞാനിങ്ങനെ കാർ ഇവന്റ്സിൽ, അതായത് നോർത്ത് ഇന്ത്യയിലെ എവിടെ പോയാലും ഇങ്ങനെ കാർ റേസ് ആയാലും ലോഞ്ച് ഇവന്റ് ആയാലും ഇവിടെയൊക്കെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആൾക്കാർ തന്നെയാണ് വരിക, കാർ റേസേഴ്സും മാനുഫാക്ചറേഴ്സും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എന്നെങ്കാട്ടും കൂടുതൽ ആൾക്കാർക്ക് അറിയാം അപ്പേനെയാണ്. അപ്പയുടെ അടുത്ത് വന്നിട്ട് ഓ ഐ യു ബാക്ക് ഇൻ ടു റേസിംഗ്, ലൈക്ക് ഐ യു ബാക്ക് ഓൺ ട്രാക്ക്, ലൈക്ക് അങ്ങനെയാണ് ആൾക്കാർ അപ്പേനെയാണ് കൂടുതൽ തിരിച്ചറിയുന്നത് മോർ ദൻ മീ. സോ യാ, ദാറ്റ് ഹസ് ഇൻസ്പയർഡ് മീ. ബിക്കോസ് അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് അന്നത്തെ കാലത്ത് അപ്പയും ലൈക്ക് കാർ റേസിങ്ങും ഇതൊക്കെ ആയിട്ട് ഒരു ചാമ്പ്യനായിട്ട് നടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇറ്റ് റിയലി ഇൻസ്പയർസ് മീ. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ സ്റ്റാർ ആണ്. അതെ. ഇപ്പം ഒരു കൊച്ചനിയത്തിയും കൂടി ഉണ്ട്. ആൾക്ക് കാറാണോ അതോ ബൈക്കാണോ ഇഷ്ടം? എനിക്ക് കാറും ബൈക്കും ഇഷ്ടം, പക്ഷെ ലൈക്ക് ഐ മോർ ഇൻടു മേക്കപ്പ്. അതാണ് ഇഷ്ടം. ഓക്കെ. അമ്മയോട് ചോദിക്കട്ടെ, നമ്മുടെ ഒരു മലയാളി അമ്മ രീതിയിൽ ചീരിപ്പാഞ്ഞൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോൾ പേടിയുണ്ടോ? കുഴപ്പമില്ല. ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. ആളൊരിക്കലും ഈവൻ ആൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ഞാൻ കൊച്ചിയിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വെൻ ഷീ സിറ്റ്സ് വിത്ത് മീ, ഷീ ഈസ് ലൈക്ക് ഒന്നും കൂടി കാല് കൊടുക്കും, ഈ ആക്സിലേറ്ററിൽ കൊടുക്ക്. ഷീ ഈസ് നോട്ട് ലൈക്ക് എന്താ പറയുക, എന്നെ പേടിപ്പിക്കലില്ല ഒരിക്കലും. ഷീ ഹാസ് ഓൾവേസ് സപ്പോർട്ടഡ് മീ. ഒരിക്കലും ഇങ്ങനെ പയ്യെ പോകുന്ന ഒന്നുമില്ല. ഷീ ഈസ് ലൈക്ക് ഐ ബിലീവ് ഇൻ യു, ലൈക്ക് ഷീ ട്രസ്റ്റ് മീ വെൻ ഷീ സിറ്റ്സ് വിത്ത് മീ. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ പപ്പ അടുത്ത് നിന്നിട്ട് മെല്ലെ പോ, പതുക്കെ പോ, അങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ടെൻഷൻ എടുപ്പിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടോ? ഞാൻ നേരെ തിരിച്ചതാണ്. അതെ, ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഇഷ്ടം. പക്ഷെ മിയ കൂടുതൽ കോഷ്യസ് ആയിട്ട് വളരെ
കുറച്ച് സ്ലോ ആണ് ഞാൻ പറയുന്നത്, ഇത്തിരി സ്പീഡ് കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈക്ക് അപ്പ കൂടുതൽ കൂടെ ഇരിക്കുമ്പോൾ അപ്പയ്ക്ക് വണ്ടി ശരിക്കും ഓടിക്കാൻ അറിയാം. അപ്പൊ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാ, ബിക്കോസ് ഇറ്റ്സ് സമൺ ഹു നോസ് ഹൗ ടു ഡ്രൈവ് പ്രോപ്പർലി ആൻഡ് ഐ എം ലൈക്ക് ഓ എന്നെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ എൻ്റെ സകല ഇതും പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ അപ്പയുടെ കൂടെ ഇരിക്കുമ്പോൾ. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും എനിക്കൊരു ഓടിക്കാൻ ഒരു പേടിയാണ്, ബിക്കോസ് വാട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദെം ഓൾസോ. ഞാനാണെങ്കിൽ ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കും, പക്ഷേ ലൈക്ക് ആരെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു പേടിയുണ്ട്. മകളുടെ ബർത്ത്ഡേക്ക് GTA ആണ് എടുത്തു കൊടുത്തത്. ഇളയ മകളുടെ ബർത്ത്ഡേക്ക് എന്താണ് എടുക്കാൻ വേണ്ടി പോകുന്നത്? ഇളയമകള് she's only 13 now. സമയമുണ്ട്. എന്തെടുത്ത പ്ലാൻ ഉണ്ടോ, ഒരു ഐഡിയ? പ്ലാൻ ഇപ്പൊ സച്ച് പ്ലാൻ ഒന്നും ഇല്ല. ആഗ്രഹം പറയുകയാണെങ്കിൽ ആലോചിക്കും. അങ്ങനെ ആഗ്രഹം ഉണ്ടോ ഇന്ന വണ്ടി എടുത്തരണെന്ന്? അങ്ങനെയില്ല. എന്നാലും ചുമ്മാ എന്റെ എന്റെ ഫേവറേറ്റ് കാർ ലൈക്ക് വോൾക്സ്വാഗൻ GTA തന്നെയാണ്. അപ്പൊ ഡീലാക്കിയിട്ടുണ്ട്. ഇപ്പൊ മകളെയും ഇതുപോലെ ഒരു ഫേമസ് റേസർ ആക്കണം ഒരു അച്ഛനെന്ന നിലയിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നല്ലേ? ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പോ മിയ ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒരു റേസിംഗ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടമാനം എഫേർട്ട് അതിന് വേണം, ടൈം വേണം. ലൈക്ക് ഇതിൽ അക്കാഡമിയിൽ പോകാനും ഇതിനൊക്കെ. അപ്പോൾ ഒരു ഈ പഠിക്കുന്നതും റേസിംഗ് ഇതും കൂടി ഒരുമിച്ച് നടക്കില്ല. സോ മേ ബി ഡിഗ്രി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു റേസിംഗ് ഒരു അക്കാഡമിയിൽ വിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇപ്പം 20 വയസ്സിൽ തന്നെ എനിക്കൊന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. എത്രത്തോളം പ്രൗഡാണ് മകളെ ഓർത്ത്? ഡെഫിനറ്റ്ലി അതിൽ വളരെയധികം പ്രൗഡാണ് ഉള്ള കാര്യം പറയാം. അപ്പോൾ ലൈക്ക് ഞാനും അത് എൻജോയ് ചെയ്യണ കാരണം ആളെ എൻജോയ് ചെയ്യണ അത്ര തന്നെ ഞാനും എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും പ്രൗഡാണ്. ഇനി ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? മകൾക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലാതെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? കാറുകൾ എന്നൊരു ആഗ്രഹം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അധികം വൈകാതെ ഏതെങ്കിലും ഒരു തിരക്കേലില്ലാത്തൊരു വണ്ടി കൂടി നോക്കണം എന്നുണ്ട്. ഓക്കെ, റെഡിനോട് എന്താ ഇഷ്ടം? റെഡ് കൂടുതലും സ്പോർട്സ് കാർസ് റെഡ് ആണ്, ഒന്നുകൂടി ഫ്ലാഷി കളറാണ്, കാണാനും ഒരു ഇത് റെഡാണ് കൂടുതൽ. എന്ന് വെച്ച് റെഡ് നോക്കി വാങ്ങിയതല്ല, അങ്ങനെ ഒത്തു വന്നത് റെഡായി പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ പെൺകുട്ടികളെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പേടിച്ചുകൊണ്ട് തന്നെ അതിന് വേണ്ടാന്ന് പറയുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവര് സമ്മതിക്കാതെ കൊണ്ട് തന്നെ പെൺകുട്ടികൾ വണ്ടി ഓടിക്കാനും ഭയപ്പെടുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ള ഒരു? ഡിപ്പെൻസ്, ഓരോരുത്തര് പഠിപ്പിക്കണ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വണ്ടി ഡ്രൈവിംഗ് കണ്ട് വളർന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അവർ കുറെ കൂടി ബെറ്റർ ആയിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട്. പിന്നെ ഓരോ പാരൻസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർ ഓടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, ചിലവർക്ക് കൂടുതൽ പേടിയായിരിക്കാം മക്കൾ എങ്ങനെ ഓടിക്കും എന്നുള്ളത്. അത് ചിലപ്പോൾ മേ ബി അവർ കോൺഫിഡൻ്റ് ആയിരിക്കില്ലായിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട്. അതായിരിക്കും മക്കളിലോട്ട് അത് കൊടുക്കാൻ അത് പഠിപ്പിക്കാനുള്ള ഒരു പേടി നിൽക്കണ കാരണമായിരിക്കും. എൻ്റെ മോളെ എനിക്ക് ധൈര്യമാണ്. ഇവിടെ എൻ്റെ വൈഫ് നന്നായി ഡ്രൈവ് ചെയ്യും. ഇടയ്ക്ക് ആളെ കൊണ്ട് ഓടിപ്പിക്കും. സ്പീഡ് പോരാൻ തോന്നുമ്പോൾ ഞാനാവും. അമ്മയുടെ ഫേവറേറ്റ് കാർ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ആഗ്രഹം പറയാണ്ടിരിക്കാൻ നല്ലത്. വലിയ ആഗ്രഹമാണോ? എപ്പോഴും വലുതാണ് ആഗ്രഹങ്ങളൊക്കെ. ഒരുപാട് സന്തോഷം, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയും കാണാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.